അതിനൊരിക്കലും നന്മ ആഗ്രഹിക്കാൻ പറ്റുകയില്ല, ആരെയും പ്രോത്സാഹിപ്പിക്കാനും പറ്റുകയില്ല. തിന്മ ചെയ്യാനും തിന്മയിലേക്ക് മറ്റുള്ളവരെ നയിക്കാനുമാണ് പിശാച് ആഗ്രഹിക്കുന്നത്. പരിശുദ്ധ അമ്മ എളിമയുടെ മാതൃകയാണ്. എളിമ വഴി പരിശുദ്ധ മാതാവ് നേടിയ അനുഗ്രഹം പിശാചിനൊട്ടും സഹിക്കുന്നില്ല. അതിനാലാണ് പിശാച് എപ്പോഴും പരിശുദ്ധ അമ്മയെ ശത്രുവായി കണക്കാക്കുന്നത്. ഈ കാര്യം വളരെ വ്യക്തമായി പറയുന്ന ബൈബിളിലെ ഒരു പുസ്തക ഭാഗമാണ് വെളിപാടിൻ്റെ പുസ്തകം 12-ാം അധ്യായം. സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞിനെ വിഴുങ്ങാനായിട്ട് സർപ്പം ഒരുങ്ങി നിന്നും സ്ത്രീ അത്ഭുതകരമായ രീതിയിൽ സംരക്ഷിക്കപ്പെട്ടു, കുഞ്ഞ് സംരക്ഷിക്കപ്പെട്ടു എന്നെല്ലാം നാം വെളിപാടിൻ്റെ പുസ്തകം 12-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. വിശുദ്ധ യോഹന്നാനാണ് വെളിപാടിൻ്റെ പുസ്തകം എഴുതിയത്. വളരെ പ്രതീകാത്മകമായ